അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പള്ളിവാസൽ ഡിവിഷനിൽ യുവാക്കളുടെ വലിയ മത്സരമാണ് നടന്നത്. അതിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചത് തേജസ് കെ ജോസ്. എങ്ങനെയുണ്ടായിരുന്നു വിജയം? നല്ല മത്സരമായിരുന്നു, നല്ല വിജയം ഉണ്ടായി. എത്ര വോട്ടിനാണ് ജയിച്ചത്? 342 വോട്ടിനാണ് വിജയിച്ചത്. ഇറങ്ങിയപ്പോഴത്തേക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അവസാന ഘട്ടം വരെ ഒരേ രീതിയിൽ പ്രചരണം നിലനിർത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തോട്ടം മേഖലയിലാണ് പ്രചരണം ആരംഭിച്ചത്. അതിന്റെ പ്രചരണത്തിന്റെ ഏറ്റവും അവസാനം നിശബ്ദ പ്രചരണത്തിന്റെ തലേദിവസം നിശബ്ദ പ്രചരണത്തിന് അന്ന് വരെ വൈകുന്നേരം എസ്റ്റേറ്റ് മേഖലയാണ് കൂടുതലായി പ്രവർത്തിച്ചത്. ഡിവിഷന്റെ എല്ലാ വാർഡുകളിലും നന്നായി കേന്ദ്രീകരിച്ച് വർക്കെടുത്തു. കുറേയധികം ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വിജയം കിട്ടിയതെന്ന് ആത്മാർത്ഥപരമായി തന്നെ വിശ്വസിക്കാം. ഈ രണ്ട് യുവാക്കൾ തമ്മിലുള്ള വലിയ പോരാട്ടമാണ്. അതിൽ ആളുകളും ആകാംക്ഷയോടെ നോക്കി നിന്നു അല്ലേ? അങ്ങനെ യു ഡി എഫിന്റെ പൊളിറ്റിക്സ് പറഞ്ഞു, LDFന്റെ പൊളിറ്റിക്സ് പറഞ്ഞു. പിന്നെ രണ്ട് യുവാക്കൾ ആണ്. അങ്ങനെ തന്നെയാണ് മത്സരം നടന്നിരുന്നത്. LDF നാട്ടിൽ ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിൽ ചെയ്ത കാര്യങ്ങൾ, കേരളത്തിൽ ഒട്ടാകെ ചെയ്യുന്ന കാര്യങ്ങൾ, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വോട്ട് നേടാൻ വേണ്ടി ശ്രമിച്ചത്. അത് വിജയിച്ചു എന്ന് തന്നെയാണ് വ്യക്തിപരമായി തന്നെ എൻ്റെ വിലയിരുത്തൽ. എന്താണ് അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയൊക്കെയായിരിക്കും? വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു ഗ്രൗണ്ട് നൽകണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ പ്രചരണത്തിൻ്റെ ഭാഗമായി തന്നെ ആദ്യ ദിവസം ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ, ചെറിയ കുട്ടികൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് കളിക്കാൻ സാധിച്ചു. സ്വാഭാവികമായിട്ട് ഈ കാലഘട്ടത്തിൽ ഗ്രൗണ്ടിന് വേണ്ടി ചോദിക്കുന്ന കുട്ടികൾക്ക് ഗ്രൗണ്ട് കൊടുത്തില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിനുവേണ്ടി ഏറ്റവും ആദ്യമേ തന്നെ ചെയ്യുന്ന പ്രവർത്തനം ആ ഒരു കാര്യത്തിലേക്ക് തന്നെയായിരിക്കും. അത് 6ാം വാർഡിലും 4ാം വാർഡിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി പരമാവധി പ്രവർത്തിക്കും. ഈ കാർഷിക മേഖലയും തോട്ട മേഖലയിലുള്ള ആളുകൾ വളരെയേറെ ആശ്രയിക്കുന്നത് ചിലപ്പോൾ കുടിവെള്ള പദ്ധതി, വീട്, അതൊക്കെയായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുമോ? ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നത്, എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളും പങ്കെടുപ്പിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ നമ്മുടെ നാട്ടിൽ മറ്റു ആൾക്കാരൊക്കെ സഹായം തേടിക്കൊണ്ട് ഈ ഡിവിഷൻ്റെ ഏത് പ്രദേശത്തും എന്ത് സഹായത്തിനും ഏത് സമയത്തും ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി യാതൊരു മടിയുമില്ല. അത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തനം എന്നല്ല ഏത് സമയവും അവൈലബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ആ പ്രവർത്തനം എത്ര ഒന്നാളും ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടുതൽ നന്നായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. വലിയ സന്തോഷമാണ് ജയിച്ചത്. അല്ല, ജയം എല്ലാവർക്കും സന്തോഷം തരുന്നതാണല്ലോ. പരാജയപ്പെട്ട വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അയാൾ ചെയ്ത പ്രവർത്തനങ്ങളിലെ പോരായ്മ തിരുത്തിക്കൊണ്ട്, അപ്പോൾ എനിക്ക് UDF സ്ഥാനാർത്ഥി ഞാൻ അന്ന് വോട്ടെണ്ണുന്ന ദിവസം നേരിട്ട് കാണുന്ന സാഹചര്യത്തിൽ ഞാൻ അയാളോട് പറഞ്ഞത് ഇനിയും അവസരങ്ങളുണ്ട്, ആ അവസരത്തിൽ പരമാവധി പ്രയത്നിക്കുക, വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. നമുക്കല്ലാതെ ജയത്തിൽ വലിയൊരു സന്തോഷം കാണിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. എനിക്ക് പറയാൻ വേണ്ടിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നാട്ടിലെ ഓരോ ജനത്തിൻ്റെയും വിരൽത്തുമ്പിലാണ് ഏത് കക്ഷിയുടെ ആണെങ്കിലും ഏത് മുന്നണിയുടെ ആണെങ്കിലും സ്ഥാനാർത്ഥികളുടെ വിജയം. അപ്പോൾ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഏത് മുന്നണിക്കും വിജയം നേടാൻ വേണ്ടി യാതൊരു പ്രയാസമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും വലിയൊരു വികസന പ്രവർത്തനങ്ങൾ ഇനി തനിക്ക് ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് തനിക്ക് ചെയ്യാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടും പോകും എന്ന് തന്നെയാണ് തേജസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.